Helios 522, do you read? Helios 522, do you read? Over. പൈലറ്റില്ലാതെ പറന്ന പ്രേതവിമാനം. ഹീലിയോസ് എയർവേയ്സ് ഫ്ലൈറ്റ് നമ്പർ 522. കേട്ടാൽ പേടിക്കുന്ന, മനസ്സ് മരവിപ്പിക്കുന്ന ഈ കഥ നിങ്ങളോട് പറയുന്നത് എബിലാണ്. വെൽക്കം ടു ഫാക്ട് സ്റ്റോറീസ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. 2005 ഓഗസ്റ്റ് 14 രാവിലെ സൈപ്രസ് എന്ന ദ്വീപിൽ നിന്നും ഗ്രീസിലെ ഏതൻസിലേക്ക് പറക്കാനായി ഹീലിയോസ് എയർവേസിൻ്റെ ഫ്ലൈറ്റ് നമ്പർ 522 തയ്യാറെടുക്കുന്നു. 3 വിമാനങ്ങൾ മാത്രമുണ്ടായിരുന്ന ഒരു ചെറിയ വിമാന കമ്പനിയായിരുന്നു ഹീലിയോസ്. ചുരുങ്ങിയ ടിക്കറ്റ് നിരക്കും മെച്ചപ്പെട്ട സേവനങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നതിനാൽ ധാരാളം യാത്രക്കാരെ ആകർഷിക്കാൻ ഹീലിയോസിന് കഴിഞ്ഞിരുന്നു. യാത്രക്കാരിൽ അധികവും ഗ്രീസിലേക്ക് വേനലവധി ആഘോഷിക്കാൻ പോകുന്ന വിനോദസഞ്ചാരികളായിരുന്നു. പരിചയസമ്പന്നനായ ക്യാപ്റ്റൻ ഹാൻസ് മെർട്ടനും സഹവൈമാനികൻ പാമ്പോസ് കരോലംബോസുമായിരുന്നു അന്നേ ദിവസത്തെ പൈലറ്റുമാർ. വിമാനത്തിനുള്ളിൽ യാത്രക്കാരെ സ്വീകരിക്കാൻ ക്യാബിൻ ക്രൂ ആന്ത്രയാസ് പെട്രോമോ ഡോറിന് മുന്നിൽ നിലയുറപ്പിച്ചു. 25-കാരനായ അയാൾ കൊമേഴ്ഷ്യൽ പൈലറ്റ് ട്രെയിനിങ് പൂർത്തിയാക്കി പൈലറ്റായി പുതിയൊരു കരിയർ തുടങ്ങാനായി അവസരം കാത്തിരിക്കുകയാണ്. ഹീലിയോസിൽ ഒരു പൈലറ്റായി ജോലി ചെയ്യുക എന്നതായിരുന്നു ആന്ത്രയോസിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ഓഫ് ഡ്യൂട്ടി ആയിരുന്നിട്ടും തൻ്റെ കാമുകിയും ഈ ഫ്ലൈറ്റിലെ എയർ ഹോസ്റ്റസുമായ ഹാരിസിനോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാനായി പെട്രോമോ പ്രത്യേകം തരപ്പെടുത്തിയതാണ് ഈ ഡ്യൂട്ടി. വിമാനം പുറപ്പെടുന്നതിന് മുൻപുള്ള ക്യാപ്റ്റൻ്റെ മുന്നറിയിപ്പ് സന്ദേശം ക്യാബിനിൽ മുഴങ്ങി. യാത്രികരെല്ലാം സീറ്റ് ബെൽറ്റ് ധരിച്ച് തയ്യാറായിരുന്നു. കൃത്യം 9 മണിക്ക് തന്നെ ഹീലിയോസ് ഫ്ലൈറ്റ് 522 തെളിഞ്ഞ ആകാശത്തിലേക്ക് കുതിച്ചുയർന്നു. വിമാനത്തെ അതിൻ്റെ ക്രൂയിസിംഗ് ഉയരമായ 34,000 അടി ഉയരത്തിലേക്ക് ഉയർത്തുന്നതിനായി ക്യാപ്റ്റൻ എയർ ട്രാഫിക് കൺട്രോളിൻ്റെ അനുവാദം ചോദിച്ചു. ATC അവർക്ക് അതിന് അനുവാദം നൽകി. അതിന് പ്രകാരം ക്യാപ്റ്റൻ മെർട്ടൻ തൻ്റെ വിമാനത്തിൻ്റെ സഞ്ചാരപഥം 34,000 അടിയായി സെറ്റ് ചെയ്തു. എയർ ട്രാഫിക് കൺട്രോളർ നിർദ്ദേശിച്ച 34,000 അടി ആൾട്ടിറ്റ്യൂഡിലേക്ക് വിമാനം കുതിക്കുന്നതിനിടയിൽ കോക്പിറ്റിൽ മുഴങ്ങിയ ഒരു അലാം വിമാനത്തിൽ അതുവരെ ഉണ്ടായിരുന്ന സാധാരണ അവസ്ഥ മാറ്റിമറിക്കുകയായിരുന്നു. കിട്ടിയ ഇൻഡിക്കേഷൻ ടേക്ക് ഓഫ് കോൺഫിഗറേഷൻ അലാമാണ് എന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ എയർ ട്രാഫിക് കൺട്രോളറെ വിവരമറിയിച്ചു. ടേക്ക് ഓഫ് കോൺഫിഗറേഷൻ അലാം എന്നത് വിമാനം റൺവേയിലായിരിക്കുമ്പോൾ മാത്രം കേൾക്കാനിടയുള്ള ഒന്നാണ്. വിമാനത്തിൻ്റെ എഞ്ചിനുകൾ ടേക്ക് ഓഫിന് തയ്യാറല്ല എന്ന് പൈലറ്റിനെ അറിയിക്കുകയാണ് ഈ അലാം ചെയ്യുന്നത്. പക്ഷേ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിൽ ഇങ്ങനെ ഒരു അലാം കേട്ടതിനെ തുടർന്ന് പൈലറ്റുമാർ ആശയക്കുഴപ്പത്തിലായി. അത് പരിഹരിക്കാനുള്ള ശ്രമം തുടരുമ്പോൾ തന്നെ സംഗതി ഗുരുതരമാക്കി വിമാനത്തിലെ മാസ്റ്റർ മുന്നറിയിപ്പും മുഴങ്ങി. വിമാനത്തിലെ ചൂട് ക്രമാതീതമായി ഉയരുമ്പോഴാണ് സാധാരണ ഈ മുന്നറിയിപ്പ് മുഴങ്ങുന്നത്. ഇതിനിടയിൽ പൈലറ്റുമാർ വിമാനത്തിലെ തകരാർ പരിഹരിക്കാൻ എയർ ട്രാഫിക് കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഏറെ താമസിയാതെ തന്നെ കൺട്രോൾ റൂമുമായി വിമാനത്തിലെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. സൈപ്രസിലെ കൺട്രോൾ ടവറിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് പൈലറ്റുമാർ പ്രതികരിക്കാതായതോടെ ഫ്ലൈറ്റ് നമ്പർ 522-നും 115 യാത്രക്കാർക്കും എന്ത് സംഭവിച്ചു എന്ന് പലർക്കും അറിയാതായി. ഇതേസമയം ഹീലിയോസ് ഓപ്പറേറ്റിംഗ് സെൻറ്ററിൽ എഞ്ചിനീയർമാരും ആശയക്കുഴപ്പത്തിലായിരുന്നു. ഫ്ലൈറ്റ് നമ്പർ 522-ന് എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയത്തും യാത്രക്കാർ ഇതൊന്നും അറിയാതെ അവരവരുടെ ലോകത്ത് മുഴുകിയിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് തികച്ചും അപ്രതീക്ഷിതമായി ഓക്സിജൻ മാസ്കുകൾ പൊട്ടിവീണത്. അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം പ്രവർത്തന സജ്ജമാകേണ്ട ഓക്സിജൻ മാസ്കുകൾ വിടർന്നു വീണത് കണ്ട് ഫ്ലൈറ്റ് ക്രൂവിനെയും അമ്പരിപ്പിച്ചു. യാത്രക്കാർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം അവർ ക്യാപ്റ്റൻ്റെ സന്ദേശത്തിനായി കാത്തിരുന്നു. ക്രൂവിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ യാത്രക്കാരും ഓക്സിജൻ മാസ്കുകൾ ധരിച്ചു. പാസഞ്ചേഴ്സ് ക്യാബിനിൽ ഓക്സിജൻ മാസ്കുകൾ പ്രവർത്തന സജ്ജമായ വിവരം പൈലറ്റുമാർ അറിഞ്ഞിരുന്നില്ല. അവർ അപ്പോഴും പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. സമയം രാവിലെ 10:40. വിമാനം ഏതൻസ് വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനുള്ള സമയമായി. പക്ഷേ നഗരത്തിനു മുകളിൽ വട്ടമിട്ട് പറക്കുന്നതല്ലാതെ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെടുകയോ അവരുടെ സന്ദേശങ്ങൾക്ക് മറുപടി നൽകുകയോ ചെയ്യുന്നില്ല. ഫ്ലൈറ്റ് തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന് ഗ്രീസ് ഭരണകൂടം ഉറപ്പിച്ചു. ഏതൻസിലേക്ക് വിമാനം ഇടിച്ചിറക്കിയാൽ ഉണ്ടാവുന്ന ദുരന്തം മുന്നിൽ കണ്ട ഗ്രീക്ക് എയർഫോഴ്സ് 2 ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളെ ഹീലിയോസ് വിമാനത്തിനെ നിരീക്ഷിക്കാൻ അയച്ചു. ഹീലിയോസ് ഫ്ലൈറ്റ് നമ്പർ 522, നിങ്ങൾ കേൾക്കുന്നുണ്ടോ?
ഫൈറ്റർ പൈലറ്റുമാർ ഹീലിയോസുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ നിശബ്ദത മാത്രമായിരുന്നു മറുപടി. മുൻകരുതൽ എന്ന നിലയ്ക്ക് ഫൈറ്ററുകളിൽ ഒന്ന് ഷൂട്ടിംഗ് പൊസിഷനിൽ ഹീലിയോസിന് തൊട്ടു പിന്നിലായി സ്ഥാനം പിടിച്ചപ്പോൾ മറ്റൊന്ന് ഹീലിയോസിനോട് കഴിയുന്നത്ര അടുത്തുകൂടി പറന്ന് കാര്യങ്ങൾ നിരീക്ഷിച്ചു. എന്നാൽ ഹീലിയോസ് ഫ്ലൈറ്റിൻ്റെ അടുത്തുകൂടി പറന്ന ഫൈറ്ററിൻ്റെ പൈലറ്റ് കൺട്രോൾ ടവറിൽ അറിയിച്ച വിവരം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. വിമാനത്തിൻ്റെ കോക്പിറ്റിൽ ക്യാപ്റ്റനെ കാണാനില്ല. കോ പൈലറ്റ് ബോധരഹിതനായി സീറ്റിലിരിക്കുന്നു. കൂടുതൽ നിരീക്ഷണം നടത്തിയ ഫൈറ്റർ വിമാനത്തിലെ പൈലറ്റിന് ഒരു കാര്യം മനസ്സിലായി. ഹീലിയോസിലുള്ള യാത്രക്കാരോ വിമാന ജീവനക്കാരോ ആരും ഒരു വിധത്തിലും പ്രതികരിക്കുന്നില്ല. ചില യാത്രക്കാർ സീറ്റുകളിൽ ചാഞ്ഞു കിടക്കുന്നു. ഒരാൾ പോലും അസാധാരണമാം വിധം അടുത്തുകൂടി പറക്കുന്ന ആ ഫൈറ്റർ ജെറ്റുകൾ ശ്രദ്ധിക്കുകയോ അതിനോട് പ്രതികരിക്കുകയോ ചെയ്യുന്നില്ല. മറ്റൊരു കാര്യം കൂടെ ഫൈറ്റർ ജെറ്റിലെ പൈലറ്റ് ശ്രദ്ധിച്ചു. പാസഞ്ചേഴ്സ് ക്യാബിനിൽ ഓക്സിജൻ മാസ്കുകൾ തൂങ്ങിക്കിടക്കുന്നു. അവർ ഈ വിവരങ്ങളത്രയും സുരക്ഷാ സേനയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പെട്ടെന്നാണ് ഫൈറ്റർ പൈലറ്റ് അത് കണ്ടത്. ഒരാളിപ്പോൾ കോക്പിറ്റിൽ അനങ്ങുന്നു. അയാൾ ക്യാപ്റ്റൻ്റെ സീറ്റിൽ വന്നിരുന്നു. ഫൈറ്ററിൻ്റെ പൈലറ്റും കൺട്രോൾ ടവറും പലതവണ ഹീലിയോസുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ഈ സമയം കോക്പിറ്റിലുണ്ടായിരുന്ന മനുഷ്യരൂപം ഫൈറ്റർ പൈലറ്റിനെ നോക്കി ആദ്യമായി കൈവീശി, അവസാനമായും. പെട്ടെന്ന് തന്നെ ഹീലിയോസ് വിമാനം ഇടത്തേക്ക് തിരിയുകയും കുത്തനെ താഴേക്ക് കുതിക്കുകയും ചെയ്തു. ഒടുവിൽ സൈപ്രസിൽ നിന്നും പറന്നുയർന്ന ഹീലിയോസ് 522 3.5 മണിക്കൂറുകളുടെ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ഏതൻസിൽ നിന്നും 40 കിലോമീറ്റർ അകലെ ഗ്രാമറ്റിക്കോ കുന്നുകളിൽ തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടു. 115 യാത്രക്കാരും 6 വിമാന ജീവനക്കാരുമടക്കം 121 മനുഷ്യജീവനുകൾ ഈ ദാരുണമായ അപകടത്തിൽ ബലി കഴിക്കപ്പെട്ടു. ഗ്രീക്ക് വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ അപകടമായിരുന്നു അത്. വിമാന കമ്പനിയെ മാത്രമല്ല, സൈപ്രസ് എന്ന ചെറു ദ്വീപരാഷ്ട്രത്തെ ആകമാനം ഈ ദുരന്തം കണ്ണീരിലാഴ്ത്തി. ഗവൺമെൻറ് 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. അന്വേഷണം ആരംഭിച്ചു. അതിശക്തമായ വീഴ്ചയുടെ ആഘാതത്തിൽ കാര്യമായ കേടുപാടുകൾ സംഭവിച്ച ബ്ലാക്ക് ബോക്സിൽ നിന്നും റെക്കോർഡറുകൾ വീണ്ടെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഏതാനും ദിവസത്തെ തിരച്ചിലിനൊടുവിൽ അന്വേഷണ സംഘത്തിന് ആശ്വാസം പകർന്നുകൊണ്ട് അപകട സ്ഥലത്തു നിന്നും റെക്കോർഡറുകൾ വീണ്ടെടുക്കപ്പെട്ടു. പക്ഷേ ഇൻവെസ്റ്റിഗേറ്റർമാരെ കുഴക്കിയത് മറ്റൊരു കണ്ടെത്തലായിരുന്നു. ദുരന്തത്തിനിരയായവർ എല്ലാവരും ക്രാഷ് സമയത്ത് ജീവനോടെ ഉണ്ടായിരുന്നു എന്ന മെഡിക്കൽ റിപ്പോർട്ട്. അവർ മരിച്ചത് വിമാനം നിലത്ത് പതിച്ചതിൻ്റെ ആഘാതത്തിലായിരുന്നു. അന്വേഷണം കൂടുതൽ സങ്കീർണമായി. പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾക്കാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. യാത്രക്കാരെല്ലാം മരിച്ചത് വിമാനം തകർന്നു വീഴുമ്പോഴാണെങ്കിൽ യുദ്ധവിമാനത്തിൻ്റെ സാമീപ്യത്തിൽ പോലും അവർ പ്രതികരിക്കാതിരുന്നത് എന്തുകൊണ്ട്? ഹീലിയോസ് 522 അടുത്തെത്തിയ യുദ്ധവിമാനത്തിലെ പൈലറ്റ് കണ്ടുവെന്ന് പറയപ്പെടുന്ന വിമാനത്തെ നിയന്ത്രിച്ചിരുന്നയാൾ ആരാണ്? രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഇൻവെസ്റ്റിഗേഷനിടയിൽ ലഭിച്ചിരുന്നു. വിമാനം താഴേക്ക് പതിക്കുമ്പോൾ കൺട്രോളിൽ ഉണ്ടായിരുന്നത് ക്യാപ്റ്റനോ കോ പൈലറ്റോ ആയിരുന്നില്ല. പൈലറ്റ് ട്രെയിനിങ് കഴിഞ്ഞിരുന്ന ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് പെട്രോമോ ആയിരുന്നു അത്. വിമാനത്തിനുള്ളിലുള്ള എല്ലാവരും ജീവനറ്റ നിലയിൽ കാണപ്പെട്ടപ്പോൾ ഇയാൾ മാത്രം എങ്ങനെ ബോധത്തോടെ കാണപ്പെട്ടു? എന്തുകൊണ്ടാണ് റേഡിയോ സന്ദേശങ്ങളോട് ഇയാൾ പ്രതികരിക്കാത്തത്? അയാൾ ഒരു അട്ടിമറി നടത്തുകയായിരുന്നോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിച്ചു. പൈലറ്റ് പരിശീലനം പൂർത്തിയാക്കിയ ഇയാൾ യാത്രക്കാരെ കൊലപ്പെടുത്തിയ ശേഷം വിമാനം ഇടിച്ചിറക്കി എന്നായിരുന്നു സംഘത്തിൻ്റെ ആദ്യ നിഗമനം. ടെററിസ്റ്റ് അറ്റാക്ക് എന്ന രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോയത്, വിമാനത്തിൻ്റെ വോയിസ് റെക്കോർഡർ പരിശോധിക്കുന്നതുവരെ. അതിൽ വിമാനാപകടത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ സഹായത്തിനായി അഭ്യർത്ഥിക്കുന്ന പെട്രോമയുടെ ശബ്ദമായിരുന്നു. പക്ഷേ വിമാനത്തിൻ്റെ റേഡിയോ സംവിധാനം അപ്പോഴും സൈപ്രസിലെ എയർ ട്രാഫിക് കൺട്രോൾ ടവറിലേക്ക് ട്യൂൺ ചെയ്യാതിരുന്നതിനാൽ ആരും അഭ്യർത്ഥന കേട്ടതും ഇല്ല. ഇതേ കാരണം തന്നെയായിരുന്നു ഫൈറ്റർ പൈലറ്റ് ഹീലിയോസുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും കഴിയാതെ പോയതിനു പിന്നിലും. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വിമാനം തകർന്നത് ഇന്ധനം തീർന്നത് കൊണ്ടാണെന്ന് തെളിഞ്ഞു. യുദ്ധവിമാനത്തിലെ പൈലറ്റിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞത് പ്രകാരം ഹീലിയോസ് ഇടതുവശത്തേക്ക് തിരിഞ്ഞ് താഴേക്ക് പതിച്ചത് ഇടതെഞ്ചിനിൽ ഇന്ധനം തീർന്നതുകൊണ്ടാണെന്നും കണ്ടെത്തി. കൂടാതെ പറന്നുയർന്ന അരമണിക്കൂറിന് ശേഷം വിമാനം ഓട്ടോ പൈലറ്റ് മൂഡിലായിരുന്നു. ഹൈജാക്കല്ല ദുരന്ത കാരണം എന്ന് മനസ്സിലാക്കിയതോടെ വോയിസ് റെക്കോർഡറിൻ്റെ ആദ്യ അരമണിക്കൂർ പുനഃപരിശോധിക്കപ്പെട്ടു. അതിൽ നിന്നും പൈലറ്റുമാർ കോക്പിറ്റിൽ കണ്ട അലാമിലേക്കായി അന്വേഷണം.
ഹീലിയോസ് എയർവേസിൻ്റെ മെയിൻ്റനൻസ് ഹിസ്റ്ററി പരിശോധിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. ഫ്ലൈറ്റ് നമ്പർ 522-ന് അപകടം സംഭവിക്കുന്നതിനും ഏകദേശം 1 വർഷം മുൻപ് ഒരു എമർജൻസി ലാൻഡിംഗ് നടത്തേണ്ടതായി വന്നിട്ടുണ്ട്. യാത്രമധ്യേ വിമാനത്തിൻ്റെ പിൻവാതിൽ ഇളകിയാടുകയും ക്യാബിൻ പ്രഷർ നഷ്ടപ്പെട്ട് യാത്രക്കാർക്ക് ശ്വാസതടസ്സം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പൈലറ്റ് അടിയന്തരമായി വിമാനം താഴ്ത്തിയതിനാൽ കൂടുതൽ അപകടത്തിലേക്ക് പോകാതെ സുരക്ഷിതമായി നിലത്തിറക്കാൻ സാധിക്കുകയായിരുന്നു. ഇതിന് സമാനമായ ഒരു സംഭവം അപകട ദിവസവും ഉണ്ടായി. വിമാനാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയ നശിക്കാത്ത ഒരു ഇലക്ട്രോണിക് സ്വിച്ച് പാനൽ അന്വേഷണത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവായി. പ്രഷറൈസേഷൻ പാനൽ വിമാനം പറക്കുമ്പോൾ ഓട്ടോമാറ്റിക് മോഡിൽ ആയിരിക്കേണ്ട ഈ പാനൽ സ്വിച്ച് മാനുവൽ മോഡിലായിരുന്നു കാണപ്പെട്ടത്. ഒടുവിൽ വിമാനത്തിൻ്റെ മെയിൻ്റനൻസ് എഞ്ചിനീയറെ ചോദ്യം ചെയ്തതിൽ നിന്നും ഹീലിയോസ് വിമാനത്തിന് സംഭവിച്ച ദുരൂഹതയുടെ ചുരുളഴിഞ്ഞു. അവസാന പറക്കലിന് തൊട്ടു മുൻപുള്ള യാത്രക്കിടെ വിമാനത്തിൻ്റെ പിൻവശത്തെ വാതിലിൽ നിന്നും ഉയർന്ന ശബ്ദത്തെപ്പറ്റി ഫ്ലൈറ്റ് ക്രൂ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും യാത്രയ്ക്ക് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരുന്ന വിമാനം എഞ്ചിനീയറും അദ്ദേഹത്തിൻ്റെ സഹായിയും പരിശോധിച്ചു. വിമാനവാതിലിൻ്റെ സീൽ സംവിധാനത്തിന് തകരാറുണ്ടോ എന്ന് പരിശോധിക്കാനായി അവർ ഒരു പ്രഷറൈസേഷൻ ടെസ്റ്റ് നടത്തിയിരുന്നു. എഞ്ചിനുകൾ പ്രവർത്തിപ്പിക്കാതെ തന്നെ ഡിജിറ്റൽ പ്രഷർ കൺട്രോൾ യൂണിറ്റ് മാനുവൽ മോഡിലേക്ക് മാറ്റി അവർ വിമാനത്തിനുള്ളിലെ വായു സമ്മർദ്ദം കൂട്ടി. എന്നാൽ വാതിലിലൂടെ വായു പുറത്തേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവർ പരിശോധന അവസാനിപ്പിച്ചു. പക്ഷേ പ്രഷറൈസേഷൻ പാനലിലെ സ്വിച്ച് തിരികെ ഓട്ടോ പൊസിഷനിലേക്ക് തിരിച്ചു വയ്ക്കാൻ എഞ്ചിനീയർമാർ മറന്നു. ഒരിക്കലും മറക്കാൻ പാടില്ലായിരുന്നു ഈ കാര്യം. വിമാനത്തിൽ യാത്രക്കാർക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ്റെ അളവ് നിലനിർത്തുന്ന സംവിധാനം മാനുവൽ മോഡിലേക്ക് മാറ്റപ്പെടാതിരുന്നതിനാൽ വിമാനം പറന്നുയർന്നു കഴിഞ്ഞപ്പോൾ ക്യാബിൻ ഓട്ടോമാറ്റിക്കായി പ്രഷറൈസ് ചെയ്യപ്പെട്ടില്ല. ഇതിനെ തുടർന്ന് കോക്പിറ്റിൽ കേട്ട അലാം ശബ്ദത്തിലെ സാമ്യത കൊണ്ട് ടേക്ക് ഓഫ് കോൺഫിഗർ വാണിംഗായി പൈലറ്റുമാർ തെറ്റിദ്ധരിക്കുകയും കൂടി ചെയ്തതോടെ വലിയൊരു ദുരന്തത്തിലേക്ക് അവർ പറന്നടുക്കുകയായിരുന്നു. ശരീരത്തിനുള്ളിലേക്ക് ചെല്ലുന്ന ഓക്സിജൻ്റെ അളവ് കുറഞ്ഞതോടെ പൈലറ്റുമാർക്ക് അവരുടെ പ്രതികരണശേഷി സംവിധാനം കുറഞ്ഞു തുടങ്ങി. കൺട്രോൾ ടവറിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് പോലും അവർക്ക് പ്രതികരിക്കാൻ കഴിയാതെയായി. ഒടുവിൽ അവർക്ക് ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. പിന്നാലെ ക്യാബിനിൽ അപ്പോഴും യാത്രക്കാർ അറിഞ്ഞിരുന്നില്ല തങ്ങളുടെ വിമാനം ഇപ്പോൾ പറക്കുന്നത് മനുഷ്യ സഹായമില്ലാതെയാണ് എന്ന്. എന്നാൽ വെറും 12 മിനിറ്റ് നേരം കൊണ്ട് ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ കഴിവുള്ള സിലിണ്ടറുകളും കാലിയായതോടെ യാത്രക്കാരും മെല്ലെ മെല്ലെ ബോധത്തിനും അബോധത്തിനും ഇടയിലുള്ള പ്രതികരണശേഷി നഷ്ടപ്പെട്ട അവസ്ഥയും കടന്ന് ബോധരഹിതരായി. പൈലറ്റുമാർ നിയന്ത്രണം ഏറ്റെടുക്കാഞ്ഞതിനാൽ വിമാനം ഏതൻസ് വിമാനത്താവളത്തിനു മുകളിൽ വട്ടമിട്ട് പറന്നുകൊണ്ടേയിരുന്നു. വിമാനത്തിന് സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലായെങ്കിലും ആന്ത്രേയസിന് എങ്ങനെ അത്രയും സമയം പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്ന് വ്യക്തമല്ലായിരുന്നു. അതിനുള്ള ഉത്തരം കിട്ടിയത് 4 ഓക്സിജൻ സിലിണ്ടറുകളുടെ കണ്ടെത്തലോടു കൂടിയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന പോർട്ടബിൾ ഓക്സിജൻ സിലിണ്ടറുകൾ ഉപയോഗിച്ചാണ് പെട്രോമോ അവസാനം വരെ ബോധം നിലനിർത്തിയത്. അബോധാവസ്ഥയിലുള്ള തൻ്റെ പ്രണയിനിയെ രക്ഷിക്കാനാവും അയാൾ കൂടുതൽ ശ്രമിച്ചിട്ടുണ്ടാവുക. നിഷ്ഫലമാണെന്ന് മനസ്സിലായപ്പോൾ കോ പൈലറ്റ് കാരാലംബോസിനെ രക്ഷിക്കാൻ ശ്രമിച്ചിരിക്കണം. ഓക്സിജൻ സിലിണ്ടറുകളിൽ ഒന്നിൽ നിന്നും കാരാലംബോസിൻ്റെ DNA സാമ്പിൾ കണ്ടെത്തിയിരുന്നു. ഓക്സിജൻ സിലിണ്ടറുകൾ തീർന്നപ്പോഴാണ് അയാൾ കോക്പിറ്റിലേക്ക് എത്തുന്നതും വിമാനത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നതും. പക്ഷേ അപ്പോഴേക്കും ഇടത് എഞ്ചിനിലെ അവസാന തുള്ളി ഇന്ധനവും കുടിച്ചു തീർത്ത് ഏവിയേഷൻ ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും വലിയ ദുരൂഹത ഉയർത്തിയ വിമാനം താഴേക്ക് കുതിച്ചു, ഏതൻസിലെ ആ മലനിരകളിലേക്ക്. പ്രത്യക്ഷത്തിൽ നിസാരമെന്ന് തോന്നാവുന്ന ഒരു പിഴവ് കൃത്യസമയത്ത് കണ്ടെത്തി പരിഹരിക്കുന്നതിൽ സംഭവിച്ച വീഴ്ച 121 മനുഷ്യജീവനുകൾ ബലി കഴിച്ചു. വിമാന ദുരന്തങ്ങളുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു അപകടമായിരുന്നു ഹീലിയോസ് എയർവേസ് ഫ്ലൈറ്റ് നമ്പർ 522-ന് സംഭവിച്ചത്. 121 പേരുടെ മരണത്തിനിടയാക്കിയ ഈ അപകടത്തെ തുടർന്ന് ഹീലിയോസ് എയർവേസ് പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു. ഏതൻസിൻ്റെ മലനിരകളിൽ തകർന്നു വീണ ഹീലിയോസ് 522-ൻ്റെ ഓർമ്മയ്ക്കായി ഇപ്പോഴും ഇവിടെ ദുരന്ത സ്മാരകം നിലനിൽക്കുന്നു. അപകടത്തിൽ മരിച്ചവരുടെ നിറം മങ്ങിയ ചിത്രങ്ങളും കുറച്ച് പൂക്കളും ഈ സ്മാരകത്തിൽ ലോകം കണ്ട ഏറ്റവും ദുരൂഹമായ വിമാനാപകടത്തിൻ്റെ മൂകസാക്ഷിയായി ഇപ്പോഴുമുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ ബിൽ. നിങ്ങൾക്ക് എന്നോടുള്ള അഭിപ്രായം കമൻ്റായും രേഖപ്പെടുത്താം. നിങ്ങളുടെ സപ്പോർട്ട് സബ്സ്ക്രൈബായും അറിയിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.